MSME ഡെവലപ്മെന്റ് ആൻഡ് ഫെസിലിറ്റേഷൻ ഓഫീസ് ക്യാമ്പയർ കോളേജ് ഓഫ് എഡ്യൂക്കേഷനുമായി സഹകരിച്ച് പൊന്നാനിയിൽ ഏകദിന സംരംഭകത്വ പരിശീലന പരിപാടി നടത്തി. സംരംഭം ആരംഭിക്കുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങളും കേന്ദ്ര സൂക്ഷ്മ ചെറുകിട സംരംഭക മന്ത്രാലയത്തിന്റെ പദ്ധതികളും പരിശീലന പരിപാടിയിൽ ചർച്ച ചെയ്തു. കേന്ദ്ര സൂക്ഷ്മ ചെറുകിട ഇടത്തര സംരംഭക മന്ത്രാലയത്തിന് കീഴിലുള്ള തൃശൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന MSME ഡെവലപ്മെന്റ് ആൻഡ് ഫെസിലിറ്റേഷൻ ഓഫീസ് ക്യാമ്പയർ കോളേജ് ഓഫ് എഡ്യൂക്കേഷനുമായി സഹകരിച്ചാണ് സിറ്റി സെന്റർ ഹാൾ പൊന്നാനിയിൽ വെച്ച് ഏകദിന സംരംഭകത്വ പരിശീലന പരിപാടി സംഘടിപ്പിച്ചത്. കൌൺസിലർ ഇക്ബാൽ PN സ്വാഗതം പറഞ്ഞ ചടങ്ങ് പൊന്നാനി മുനിസിപ്പൽ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം ഉദ്ഘാടനം ചെയ്തു. അവരുടെ ജീവിതാവസ്ഥകൾ ഏറെ പരിതാപകരമായി മാറുന്ന തരത്തിലുള്ള വീട്ടിലടക്കമുള്ള ആളുകളുടെ സമൂഹത്തിന്റെ അവഗണനാപൂർവമായിട്ടുള്ള നിലപാടുകളുമാണ്. വീട്ടിലുള്ള നമ്മുടെ അച്ഛനമ്മമാർ, മുത്തച്ഛന്മാർ പ്രായമായി ഒതുങ്ങിക്കൂടി അവരെ കേൾക്കാൻ, അവരെ മനസ്സിലാക്കാൻ, അവരുടെ പ്രശ്നങ്ങളിലേക്ക് കാതോർക്കാൻ, അതിന് പരിഹാരം കാണാൻ കഴിയാത്തവരായി നമ്മളൊക്കെ യാന്ത്രിക ജീവിതം നയിച്ചു മുന്നോട്ട് പോവുകയാണ്, അല്ലേ? എന്താണ് വല്യപ്പ എന്ന് ചോദിക്കാൻ പോലും ചിലപ്പോൾ നമ്മുടെ സമയം ഉണ്ടാവില്ല. വൈകുന്നേരം നമ്മൾ വരുമ്പോഴേക്കും വല്യപ്പാട് കഥ കഴിഞ്ഞിട്ടുണ്ടാവും. മനസ്സിലാവുണ്ടോ? അത് വലിയ പ്രശ്നമായിട്ട് വളർന്നു. തങ്ങൾ പോറ്റി വളർത്തിയ മക്കൾ, പേരക്കിടാങ്ങൾ, അവരുടെ മക്കൾ എന്നിവർ നിറഞ്ഞ കുടുംബമുള്ള വീടുകളിൽ മാനസികമായി വളരെ പ്രയാസം അനുഭവിക്കുന്ന ആളുകളായിട്ട് ആരും അറിയിട്ടുണ്ട്. നമ്മുടെ വയോജനങ്ങൾ മാറി. അപ്പൊ അതാണ് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിൽ ഒന്ന്. രണ്ടാമത്തെ പ്രശ്നം വർദ്ധിച്ചു വരുന്ന യുവതീ-യുവാക്കൾ എന്ന് പറഞ്ഞ യുവ തലമുറയുടെ തൊഴിലില്ലായ്മയാണ്. ഇവിടെ തന്നെ നമുക്കറിയാം, പണ്ടൊക്കെ ഉന്നത വിദ്യാഭ്യാസം നേടുക പലപ്പോഴും ആൺകുട്ടികളായിരിക്കും. MSMEDFO തൃശൂർ അസിസ്റ്റന്റ് ഡയറക്ടർ KP ജയശ്രീ, ഉസ്മാൻ P, ശ്രീധരൻ KV എന്നിവരും പങ്കെടുത്ത് സംസാരിച്ചു. സംരംഭം ആരംഭിക്കുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങളും കേന്ദ്ര സൂക്ഷ്മ ചെറുകിട സംരംഭക മന്ത്രാലയത്തിന്റെ പദ്ധതികളെപ്പറ്റിയും ശ്രീറാം പിള്ള, ശരണ്യ K എന്നിവർ ക്ലാസുകളെടുത്തു. നിതിൻ P സംസ്ഥാന സർക്കാർ പദ്ധതികളെക്കുറിച്ച് സംസാരിച്ചു. ചടങ്ങിൽ 100ഓളം സംരംഭകർ പങ്കെടുത്തു. NCV ന്യൂസ്, പൊന്നാനി.